നമ്മളെല്ലാവരും തന്നെ ക്ഷേത്ര ദർശനം നടത്തുന്നതും അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നതും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാനായിട്ടാണ്. എന്നാൽ അത് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നിവിടെ പറയുന്ന കാര്യങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ക്ഷേത്രത്തിൽ നടത്തുന്ന 5 പൂജകളെ കുറിച്ചാണ്. ഉഷപൂജ, എതിർത്ത പൂജ, പന്തീരടി പൂജ, ഉഷപൂജ, അത്താഴ പൂജ. നമസ്കാരം, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ ക്ഷേത്ര ദർശനം നടത്തുന്നവരാണ്. ഒരാള് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപും അതിനുശേഷവും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ഒരു ക്ഷേത്രത്തിൽ പോകുന്നു, അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നു, തിരിച്ചു വരുന്നു. അതിലപ്പുറത്തേക്ക് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെ പറ്റി മറന്നു പോകാറുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തിയാൽ മാത്രമേ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലം അല്ലെങ്കിൽ ആ ഒരു പുണ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ. നമ്മളെല്ലാവരും തന്നെ ക്ഷേത്ര ദർശനം നടത്തുന്നതും അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നതും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാനായിട്ടാണ്. എന്നാൽ അത് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നിവിടെ പറയുന്ന കാര്യങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളതാണ്. ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു പുണ്യസ്ഥലമാണ്. അവിടെ പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു ഭക്തൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അത് അറിഞ്ഞിരിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അതോടൊപ്പം തന്നെ ആ കാര്യങ്ങൾ പാലിക്കുക എന്നുള്ളതും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിങ്ങനെ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഇറക്കി വെക്കാൻ സഹായിക്കുന്ന ഒരു സ്ഥലമായിട്ട് നമുക്ക് കണക്കാക്കാം, അല്ലെ? നമ്മളിൽ ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്ന കാര്യവും അത് തന്നെയാണ്. നമ്മുടെ എന്ത് ബുദ്ധിമുട്ടുകളും നമ്മൾ ഭഗവാനിലാണ് സമർപ്പിക്കുന്നത്. നമ്മുടെ എല്ലാ ദുഃഖങ്ങളും മാറ്റി നമ്മുടെ ജീവിതത്തിൽ സന്തോഷം പകരാനാണ് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നത്, അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നത്. എത്രയൊക്കെ പ്രശ്നങ്ങൾ, എത്രയൊക്കെ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, സങ്കടങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിക്കഴിഞ്ഞാലും ആ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ച് ശ്രീകോവിലിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്കൊരല്പം ആശ്വാസം തോന്നാറുണ്ട്. ചില ഘട്ടങ്ങളിൽ നമ്മുടെ മനസ്സിലെ സങ്കടങ്ങളെല്ലാം തന്നെ നമ്മൾ പോലും മറന്നു പോകുന്ന സാഹചര്യവും ഉണ്ടാവാറുണ്ട്. അതൊക്കെയും ഭഗവാനിൽ സമർപ്പിച്ച് ഭഗവാന്റെ ഒരു അനുഗ്രഹം കിട്ടി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് എന്തോ ഒരു ആശ്വാസം തോന്നും. ചെറുതാണെങ്കിലും ഒരു മാറ്റം നമുക്ക് അനുഭവപ്പെടും. എന്നാൽ നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ശരീരശുദ്ധി എന്ന് പറയുമ്പോൾ കുളിച്ച് ശുദ്ധിയായി ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ട് വേണം നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ എന്ന് പറയുന്നത്. എത്ര ദുഃഖത്തിൽ മനസ്സ് തകർന്നു വരുന്ന വ്യക്തിയാണെങ്കിലും ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിന് ശമനം വരാനുള്ള ചില തന്ത്രങ്ങളും മഹാന്മാർ നമുക്കായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ. ശബ്ദത്തിലൂടെ മനസ്സിന് സമാധാനമുണ്ടാക്കാൻ കഴിയുമെന്നത് നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ അനുഭവിച്ചറിയുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിന് ചെണ്ട, ഉടുക്ക്, ഇടയ്ക്ക, കൊമ്പ്, കുഴൽ അങ്ങനെ പലതരത്തിലുള്ള വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നുമുണ്ട്. ഇനി നമ്മൾ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഏത് ദേവതയാണ് അല്ലെങ്കിൽ ഏത് ദേവനാണ് എന്നുള്ളത് ആദ്യം തിരിച്ചറിയണം. അവിടുത്തെ പ്രതിഷ്ഠ ആ ദേവതയുടെ കീർത്തനങ്ങളെ അല്ലെങ്കിൽ മൂലമന്ത്രങ്ങളെ മനസ്സിൽ ജപിച്ചുകൊണ്ട് വേണം ശ്രീകോവിലിന് മുൻപിൽ ചെല്ലാനായിട്ട്. ഈ പറഞ്ഞത് വളരെ ഗൗരവമായിട്ട് എടുക്കണം. ഇത് ഏത് ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പോയാലും ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഈ ഒരു കാര്യം ക്ഷേത്ര ദർശന സമയത്ത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ദർശനത്തിന്റെ പൂർണ്ണ പുണ്യങ്ങളും പൂർണ്ണ ഫലങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിന്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് തന്നെ അനുഭവിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ പുലാവാലായ്മയുള്ള സമയത്തൊന്നും തന്നെ ക്ഷേത്ര ദർശനം നടത്താനായിട്ട് പാടുള്ളതല്ല. സ്ത്രീകൾ ആർത്തവം തുടങ്ങി 7 ദിവസത്തിന് ശേഷം മാത്രമേ ക്ഷേത്ര ദർശനം നടത്താൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്.
ഇനി അതുപോലെ തന്നെ പ്രസവാനന്തരം കുഞ്ഞിന്റെ ചോറൂണിനോ അതിനുശേഷമോ മാത്രമേ അമ്മയും കുഞ്ഞും ക്ഷേത്ര ദർശനം നടത്തുവാനായിട്ട് പാടുള്ളൂ. രാവിലെ അതായത് 10 മണിക്ക് മുൻപ് അരയാലിന് ചുറ്റും 7 പ്രദക്ഷിണം നടത്തുക. ഇനി അതുപോലെ തന്നെ വളരെ പ്രധാനമായിട്ടുള്ള കാര്യം, ഒരു 100 ചിന്തകൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മെഷീനാണ് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് അല്ലെ. എന്നാൽ ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് മറ്റൊരു ചിന്തയും നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാവാൻ പാടില്ല, നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാനായിട്ട് പാടില്ല. അത് ഏതൊരു ചിന്തയായി കഴിഞ്ഞാലും. പല രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് നമ്മുടെ മനസ്സും ശുദ്ധമായിരിക്കണം. മറ്റുള്ളവർക്ക് ദ്രോഹം വരുത്തണേ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള കുശുമ്പും കുന്നായ്മയും ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ ആ ഒരു സമയത്ത് ഉണ്ടാവാൻ പാടില്ല. മനഃശുദ്ധിയോടുകൂടി മറ്റുള്ളവർക്കായാലും ആർക്കായാലും ദ്രോഹം ചെയ്യണം എന്നുള്ള ഒരു ചിന്തയോടുകൂടി ഒരു കാരണവശാലും നമ്മൾ ക്ഷേത്ര ദർശനം നടത്തരുത്. അത് നമുക്ക് തിരിച്ചടികളായിരിക്കും സമ്മാനിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നാമജപങ്ങളല്ലാതെ മറ്റൊരു തരത്തിലുള്ള സംസാരവും ഉണ്ടാവാൻ പാടില്ല. മറ്റൊരു ശബ്ദവും നമ്മുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരാൻ പാടില്ല. ഇത് പ്രത്യേകിച്ച് പറയാൻ കാരണം, നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് കൂട്ടുകാരോ ബന്ധുക്കളോ ഒക്കെ എപ്പോഴും കൂടെ ഉണ്ടാവും. ഈ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാലും ഇവർക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടാവും. ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പറഞ്ഞോളൂ. ക്ഷേത്രത്തിനുള്ളില് പ്രാർത്ഥനയ്ക്കാണ് പ്രാധാന്യം, നാമജപങ്ങൾക്കാണ് പ്രാധാന്യം. അതല്ലാതെ മറ്റുള്ള സംസാരങ്ങൾക്കാണെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഉച്ചത്തിൽ ചിരിക്കുക, ഉച്ചത്തിൽ സംസാരിക്കുക. അതുപോലെ തന്നെ ചില ആളുകൾ നാമങ്ങളെ ജപിക്കുന്ന സമയത്ത് ക്ഷേത്രത്തിനുള്ളിൽ ഇരുന്ന് ഉറങ്ങുന്നത് കാണുന്നുണ്ട്. അങ്ങനെയും ചെയ്യാതിരിക്കുക, അതും തെറ്റായിട്ടുള്ള കാര്യമാണ്. ക്ഷേത്രത്തിനുള്ളിൽ എന്ന് മാത്രമല്ല, ക്ഷേത്രത്തിന്റെ പുറത്തിരുന്നു കൊണ്ടും ഉറക്കെ സംസാരിക്കുന്നതും ഉറക്കെ ചിരിക്കുന്നതും ഒക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ്. എപ്പോഴും ഒരു പോസിറ്റീവ് അന്തരീക്ഷമാണ് നമ്മൾ ഒരു ക്ഷേത്രത്തിലേക്ക് നമുക്ക് പോകുന്ന സമയത്ത് ലഭിക്കുന്നത്. നമുക്കായാലും ലഭിക്കുന്നത് ഒരു പോസിറ്റീവ് എനർജിയാണ്. അതാണ് അവിടെ നിലനിർത്തേണ്ടത്. നമ്മൾ ഈ ഉറക്കെ ചിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നിങ്ങൾ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ മറ്റുള്ളവർ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും ദേഷ്യം വരും അല്ലെ. അതുപോലെ തന്നെയാണ് മറ്റുള്ളവർക്കും സംഭവിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, കോമൺ ആയിട്ട് ഒരു മനുഷ്യർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി അടുത്തതായിട്ട് പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് പറയാം. പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് കൈകൾ തൊഴുതു പിടിച്ച് ചുണ്ടിൽ ഈശ്വരസ്തുതിയും മനസ്സിൽ ഈശ്വര ധ്യാനവുമായിട്ട് പതുക്കെ വേണം നമ്മൾ പ്രദക്ഷിണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നടയ്ക്ക് നേരെ നിൽക്കാതെ ഇടത്തോ വലത്തോ ചേർന്ന് നിന്ന് കൈകാലുകൾ ചേർത്ത് കൈപ്പത്തികൾ താമരമൊട്ടുപോലെ കൂമ്പിപ്പിടിച്ച് വേണം ഭഗവാനെ തൊഴുവാൻ. ഇനി അതുപോലെ തന്നെ തീർത്ഥം വാങ്ങിക്കുന്ന സമയത്ത് തീർത്ഥം വാങ്ങിയിട്ട് 1-2 തുള്ളി സേവിച്ച ശേഷം ശിരസിൽ തളിക്കുക. ബാക്കിയുള്ള തീർത്ഥം നമ്മൾ ശിരസിൽ തളിക്കണം. ഇങ്ങനെ ശിരസിൽ തളിക്കുന്നത് മൂലം നിങ്ങളുടെ ബുദ്ധി ഉണരും. അതുപോലെ ധൂപദീപങ്ങൾ 2 കൈകളാലും ഏറ്റുവാങ്ങി കണ്ണുകളിലേക്ക് ചേർത്ത് വയ്ക്കുക. അതിനോടൊപ്പം ശ്വസിക്കുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. സൂര്യോദയത്തിന് മുൻപ് ക്ഷേത്ര ദർശനം നടത്തുക. അതായത് രാവിലെ 5 മണിക്ക് ശേഷവും 6 മണിക്കുള്ളിലുമായിട്ട് ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. ഇതിന്റെ ഒരു നേട്ടം എന്ന് പറയുന്നത് മാനസിക ശാരീരികമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് ഈ പറഞ്ഞതുപോലെ സൂര്യോദയത്തിന് മുൻപ് ക്ഷേത്ര ദർശനം നടത്തുന്നത് വഴി സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ 1-2 ദിവസം കൊണ്ടല്ല, ഒരു 3 മാസമൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് സൂര്യോദയത്തിന് മുൻപേ ആയിട്ട് ക്ഷേത്ര ദർശനം നടത്തി കഴിഞ്ഞാൽ ചെറുതാണെങ്കിലും ഒരു ആശ്വാസം നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ക്ഷേത്രത്തിൽ നടത്തുന്ന 5 പൂജകളെ കുറിച്ചാണ്. ഉഷപൂജ, യതിർത്ഥ പൂജ, പന്തീരടി പൂജ, ഉഷപൂജ, അത്താഴ പൂജ. വാസ്തവത്തിലെ നിങ്ങൾക്ക് പലർക്കും ഈ 5 പൂജയെക്കുറിച്ച് അറിയില്ല. അവയുടെ പേരറിയാമെങ്കിലും എന്തുകൊണ്ടാണ് ഈ പേരുകളിൽ ഇവ അറിയപ്പെടുന്നത് എന്ന് പലർക്കും സംശയമാണ്. ഭൂമിയിലെ തമോ ഗുണമകന്ന് തത്വഗുണം ഉദയം ചെയ്യുന്ന ബ്രഹ്മമുഹൂർത്തത്തിൽ നടത്തപ്പെടുന്ന പൂജയാണ് ഉഷപൂജ എന്ന് പറയുന്നത്. എന്നാൽ യതീർത്ഥ പൂജ എന്ന് പറയുന്നത് എതിരേൽക്കുമ്പോൾ നടത്തുന്ന പൂജയായതുകൊണ്ടാണ്. ആരെയാണ് എതിരേൽക്കുന്നത്?
ഭൂമിയിലേക്ക് പതിക്കുന്ന സൂര്യരശ്മികളെ എതിരേൽക്കുന്ന സമയത്ത് നടത്തുന്ന പൂജയാണിത്. അപ്പൊ ഇനി പന്തീരടി പൂജ എന്ന് പറഞ്ഞാല് മനുഷ്യ നിഴലിന് സൂര്യപ്രകാശത്തിന്റെ 12 അടി നീളമുള്ള സമയത്ത് നടത്തുന്ന പൂജയായതുകൊണ്ടാണ് അതിനെ പന്തീരടി പൂജ എന്ന് പറയുന്നത്. കാരണം ആ സമയത്തിന് അത്ര പ്രത്യേകതയുണ്ടെന്ന് ചുരുക്കം. പണ്ട് കാലത്ത് ക്ലോക്കും ടൈം പീസും ഉണ്ടായിരുന്നില്ല. അന്ന് നിഴൽ ഘടികാരങ്ങളൊക്കെയാണ് കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് അന്നത്തെ കണക്ക് തന്നെയാണ് ഇന്നും തുടർന്നു പോരുന്നത്. അതുപോലെ തന്നെ ഉച്ച സമയത്ത് ഉച്ചപൂജയും സന്ധ്യയ്ക്ക് ശേഷം നടത്തുന്നത് അത്താഴ പൂജയുമാകുന്നു. ഇനി നിവേദ്യം സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് നോക്കാം. ഇഷ്ടദേവന്റെ മുൻപില് നിങ്ങൾ നിവേദ്യം സമർപ്പിക്കുമ്പോൾ അത് വെറും നിലത്തോ കടലാസിലോ സമർപ്പിക്കാൻ പാടില്ല. ഒന്നുകിൽ താലത്തില് അല്ലെങ്കിൽ ഇലയിൽ വേണം സമർപ്പിക്കാനായിട്ട്. അതുപോലെ തന്നെ നിവേദ്യമായിട്ട് സമർപ്പിക്കുന്ന വസ്തുക്കൾ പരിശുദ്ധമായതും വൃത്തിയുള്ളതുമായിരിക്കണം. എന്നാൽ മാത്രമേ ആ നിവേദ്യ സമർപ്പണം കൊണ്ട് ഈശ്വരാനുഗ്രഹം ലഭിക്കുകയുള്ളൂ. കദളിപ്പഴം, ശർക്കര, നാളികേരം എന്നിവ കഴുകിയ ഒരു താലത്തിലോ അല്ലെങ്കിൽ ഇലയിലോ സമർപ്പിക്കാവുന്നതാണ്. കദളിപ്പഴത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കദളിപ്പഴം നിവേദിച്ച ശേഷം മാത്രമേ കഴിക്കുവാൻ പാടുള്ളൂ എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നേദ്യ സമയത്ത് നാലമ്പലത്തിന് പുറത്തിറങ്ങി നിൽക്കണം എന്ന് പറയുന്നത്? അതിനെക്കുറിച്ച് കൂടെ ഒന്ന് പറയാം. നമ്മൾ കൊടുത്ത നേദ്യം ശ്രീകോവിലിൽ പ്രതിഷ്ഠയ്ക്ക് മുൻപിൽ സമർപ്പിക്കുന്നതിന് മുൻപ് ക്ഷേത്രത്തിലെ പൂജാരി നേദ്യം എന്ന് ഉറക്കെ വിളിച്ചു പറയും. അപ്പോൾ ഭക്തന്മാർ എല്ലാവരും നാലമ്പലത്തിന് പുറത്തിറങ്ങി നിൽക്കണം. നേദ്യ സമയത്ത് മാത്രമല്ല, ശീവേലി സമയത്തും ഇപ്രകാരം പുറത്തിറങ്ങി തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത് നിവേദ്യം ദേവബിംബത്തിന് മുൻപിൽ വച്ച് ദേവന് നൽകുന്നതാണ്. 4 വിഭവങ്ങളും 6 രസങ്ങളോടും കൂടിയ നിവേദ്യം ദേവന് സമർപ്പിക്കുമ്പോൾ സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകും. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ നിവേദ്യം സമർപ്പിക്കുന്ന സമയത്ത് തിടപ്പള്ളിക്കും ശ്രീകോവിലിനുമിടയിൽ കൂടി നടക്കാൻ പാടില്ല. ഇത് പറയാൻ കാരണം ഭഗവാന്റെ നാവ് ശ്രീകോവിലിൽ നിന്നും തിടപ്പള്ളിയിലെ നിവേദ്യത്തിലേക്ക് നീണ്ടുകിടക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ മറികടക്കാൻ പാടില്ല. ക്ഷേത്ര ആചാരങ്ങളും വിശ്വാസങ്ങളും അത് പാലിക്കേണ്ടത് തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ അതിനെന്താണ് മഹത്വമുള്ളത്, അല്ലെ? അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ നമ്മൾ നടത്തുന്ന ഓരോ വഴിപാടിനും ഓരോ ഫലങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഓരോ ഫലങ്ങൾ നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള ആഗ്രഹമാണ് നടന്നു കിട്ടാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടം എന്താണ്, അതിനനുസരിച്ചുള്ള വഴിപാട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഇനി അതിനെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ഒരു വഴിപാട് നടത്തി ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും ഭഗവാൻ കൈവിടില്ല. പക്ഷെ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. തീർച്ചയായിട്ടും നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പാലിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ ആ ക്ഷേത്ര ദർശനത്തിന്റെ പുണ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ, അതിന്റെ ഫലം നമ്മളിലേക്ക് എത്തുകയുള്ളൂ, ഈശ്വരന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.